ഹലോ ഗേസ്, വെൽക്കം ബാക്ക് ടു സാനാസ് വേൾഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജേർണൽ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ഡയറി ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ജേർണൽ ചെയ്തിട്ട്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ എനിക്ക് വേറെ ഡയറി തന്നു. അപ്പോൾ എൻ്റെ ഫെയർ എന്ന് പറഞ്ഞാൽ സിൽക്കാണ്. അപ്പോൾ ഞാൻ സിൽക്കിൻ്റെ തീമിലാണ് ചെയ്തേക്കണം. ഉണ്ടോ, എനിക്ക് നേരത്തെ കാണുമ്പോൾ കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ തുറന്നിട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് തന്നെ എടുത്തത്. അപ്പോൾ ഇന്ന് തന്നെ ഒന്ന് ചെയ്തുകൊണ്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലത് ഭംഗിയില്ല. ഇതാണ് എഴുതിയേക്കത് ഗോ ബൈ യുവർ വേ എന്നാണ്. ആ ഫസ്റ്റ് തന്നെ ഞാൻ എനിക്കൊരു വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ ഡയറി ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം എനിക്ക്. അപ്പോൾ ആർക്കില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സിലെ ഒരു വീഡിയോ ഉണ്ടായിരുന്ന സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കുന്നത്. ആ സ്റ്റിക്കേഴ്സൊക്കെ ഇനി ഒട്ടിച്ചേക്കുന്നത്. പിന്നെ രണ്ട് പറഞ്ഞോട്ട് ശരീരം ഇതെനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയതാണ്. സ്കൂളിൽ നിന്ന് ഞാൻ പ്ലക്ക് ചെയ്തായിരുന്നു. സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ ചെടി, പുല്ലാണ്. എന്താ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ ചെക്ക് ടീമിലാണ് ചെയ്തേക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോഴും കൂടി ഒന്ന് ചെക്ക് ടീം തന്നെ എടുക്കുക, ഇപ്പോൾ ചെയ്യാൻ പോകുന്നു. പക്ഷേ ഈ തീം തന്നെ അല്ല. അപ്പോൾ ഞാൻ നമുക്ക് വീട്ടിലൊക്കെ പോവാം. അപ്പോൾ ഞാൻ എന്താ ഒരു പേജ് വിട്ടിട്ട് ചെയ്യുള്ളൂ. എന്ന് വെച്ചാൽ ഈ ഡയറിയും കൂടി കംപ്ലീറ്റ് ചെയ്യണം. എനിക്കൊരു 3 ഡയറിയൊക്കെ എടുക്കണമെന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പേജിൽ ഇതേയുള്ള ഇവിടെ എന്തായാലും കാണുള്ളൂ. ഞാൻ തുറന്ന പോലെ നമുക്ക് ഇപ്പോൾ ഓക്കെയാണ്. എപ്പോഴും ഞാൻ ചെയ്യുന്ന ഈ സൈഡിലാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ നേരത്തെ ഞാൻ യൂസ് ചെയ്തത് ഹൈലൈറ്റിൻ്റെയൊക്കെ ഹൈലൈറ്റ് യൂസ് ചെയ്യാം. ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, അതിന് വേണ്ടി യൂസ് ചെയ്യണം. അതിന് പകരം ഞാൻ ഉണ്ടാക്കിയ സാധനങ്ങളിലേക്ക് പറഞ്ഞില്ലായിരുന്നു ചിക്കൻ ഉണ്ടാക്കാൻ കഴിയുമ്പോൾ സ്കെച്ചൊക്കെ ഉള്ളത് പടങ്ങിൽ വരച്ചെഴുതാണ്. ഒരു ഓക്കെ. അപ്പോൾ ലോങ് വീഡിയോ ഉണ്ട്. പിന്നെ ഈ ലിങ്ക് ഉണ്ട്, ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനത്തെ ഹൈലൈറ്റ് ടൈപ്പ് എന്തെങ്കിലും ഉണ്ട്. ഇത് ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. ഇത് എൻ്റെ ഉമ്മയും സിസ്റ്റർ തന്ന സ്കെച്ച് ആണ്. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യാൻ പോകണം. ഇതാ 5 ഉണ്ട്. ഇത് 5 ഉണ്ട്. ബ്ലാക്ക് അല്ല, യെല്ലോ, ഓറഞ്ച്, ബ്ലാക്ക്, ഗ്രീൻ, ബ്ലൂ. അപ്പോൾ ഈ 5 ഷെയ്ഡിലേക്ക് ഒന്ന് തെളിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കണം. അപ്പോൾ അതനുസരിച്ച് ചെയ്യാൻ വിചാരിച്ചാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ബുക്ക് എടുക്കാം. എന്തായാലും പഴയതല്ലേ, ബാക്ക് പേജ് വേറെ ഒന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് കളർഫുള്ളായിട്ട് വരയ്ക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താ ഇതൊന്ന് വെച്ച് നോക്കി. ഇത് കുഴപ്പമില്ലാതില്ല, വേറെ സെലക്ട് ചെയ്യാതെ എന്നിട്ടാ നോക്കാം. ഗ്രീന് ഉണ്ടെന്നത് അങ്ങനെ ഇല്ലെന്ന് പറയാം. ഗ്രീനും സെലക്ഷൻ കിട്ടട്ടെ. പിന്നെ ബ്ലൂ ബ്ലൂവിലങ്ങനെ ഇല്ല, ബ്ലൂ മാത്രം. ബ്ലാക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റാത്തത് ബ്ലാക്ക് കമ്പനിയാണ്. പിന്നെ യെല്ലോ ടൈപ്പാണ്. യെല്ലോ ടൈപ്പ് തീർന്നു ഒന്നാമത് മറന്നുണ്ട്. ഒരു യെല്ലോ എന്നല്ല, വേറെ ടൈപ്പ് ആണുള്ള ഹൈലൈറ്റാണ് യൂസ് ചെയ്തത്. ഇതായിട്ട് മാച്ച് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചിലപ്പോൾ യെല്ലോ വേണ്ട, ഒരു ഓറഞ്ച് എടുക്കാൻ വിചാരിച്ചു. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത് ഓറഞ്ച് ഗ്രീനോട് എടുക്കാം, അത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തേക്കുന്ന 2 ഷെയ്ഡ് എന്ന് പറയുന്നത് രണ്ടാണ്. ഓക്കെ, കുറച്ച് കളർ. അപ്പോൾ ഇത് ഞാൻ കാണുന്നേക്ക്. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ജേർണൽ ഇതിൽ തന്നെ ചെയ്തെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ചെയ്തപ്പോൾ ബാക്കി ഒരു പൂനെടുക്കാൻ മറന്നുപോയി. അതിൽ കുറഞ്ഞ ബാക്കിയുണ്ട്. അത് നമുക്ക് മെഡലിൽ വെക്കാനായി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ വിചാരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഗ്രീൻ
ഔട്ട്ലൈൻസ് കൊടുക്കാം. ഇങ്ങനെ ഗ്രീൻ കൊണ്ട് കൊടുക്കാം ഈ ലൈൻസ്, പിന്നെ ഈ ഓറഞ്ച് കൊണ്ട് ഈ ലൈൻസ് കൊടുക്കാം. ഇങ്ങനെ അങ്ങനെ പ്രതീക്ഷിക്കണം. ഞാൻ എന്നിട്ട് ക്രോസ് ചെയ്യാൻ വിചാരിക്കില്ല. അപ്പം ലൈൻസ് ചെയ്യണം. ഇത് തന്നെ കുഞ്ഞു കുഞ്ഞു ലൈൻസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ ഹൈലൈറ്റ് ടീം ആയതുകൊണ്ട് ഇത് അങ്ങനെ പറ്റില്ല. അയ്യോ കൊള്ളായി. കേരളക്കാർ എന്തൊരു കഴിവെന്ന് പറയുന്നത് കൊള്ളാമെങ്കിലും അതെന്തെങ്കിലും കാണിച്ച് നല്ല ഭംഗിയാക്കി. ഐ തിങ്ക് ദാറ്റ് ഐ സെറ്റ് യു ഇൻ വൺ വീഡിയോ. ആ ഒരു കാര്യത്തിനാൽ മാത്രം ഒരു സന്തോഷമുള്ളൂ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് നല്ലത് ചെയ്ത് പോവാം. പക്ഷെ ബാക്കി നേരെ ശരിയായില്ലെങ്കിൽ ആ പേര് തന്നെ ടിയർ ചെയ്ത് കളയും. ഇന്ത്യയുടെ തീരെ പണിയാണുള്ളത്. അപ്പോൾ നാളെ തിങ്കളാഴ്ച ആയതുകൊണ്ട് സ്കൂളിൽ പോകാനുണ്ട്. ഞാൻ കുറച്ച് സ്പീഡാക്കിയാണ് ചെയ്യണം. അപ്പോൾ എന്താ നല്ല ഭംഗിക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചെറിയൊരു കുള വന്നിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് ടൈം അനുസരിച്ച് ചെയ്യാം. ലോങ് വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എനിക്കിത് എഡിറ്റ് ചെയ്ത് ഷോർട്ടാക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ ഓരോരോ പാർട്ടായിട്ട് എടുത്തിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഫോട്ടോ വെച്ച് വീഡിയോ എടുക്കാം. അപ്പോൾ വേറെ ഫോണിലൊരു വീഡിയോ എടുത്തിട്ട് അത് സെൻഡ് ചെയ്ത് തരാം എന്ന് വിചാരിക്കുന്നു. ഷോർട്ട് ഇടണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ വ്യൂസ് കിട്ടാം. ലോങ് വീഡിയോസിന് വ്യൂസ് ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഷോർട്ടിൽ കൂടെ എങ്കിലും വ്യൂസ് കണ്ടിരിക്കാനാണ്. ഗ്രീൻ അങ്ങനെ ചെയ്തിട്ട് പറഞ്ഞ പോകുന്നുണ്ട്. ഈ സാധനം ഇവിടുത്തെ അറ്റത്തുണ്ടെങ്കിലും ഇങ്ങനെ അറിയാവുന്നുണ്ടായി. അപ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്തേക്കണമെന്ന് കാണിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഫോണിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഞാൻ പോയി ഫോട്ടോ തരാം. അതിന് മാത്രം പോസ്റ്റ് ചെയ്യണം. ആൻഡ് ഗൈസ് ഞാൻ ഇത്രക്കൊന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ യൂസ് ചെയ്യുന്നത് ഓറഞ്ചാണ്. ഓറഞ്ച് നമുക്ക് ചെയ്ത് കാണിച്ചത് കേട്ടോ. ഓറഞ്ച് നല്ലോണം കാണിക്കണം. ഓറഞ്ച് കുഴപ്പമില്ല. തീം ഫുള്ള് വരട്ടെ. പ്രതീക്ഷിക്കുന്ന ഭംഗി ഉണ്ടാവുമെന്ന്. ഇതിന് മുന്നൊരു മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ചെയ്തിരുന്നു ഒരു സെറ്റ് ജേർണൽ. ഞാൻ ഇട്ടേക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലോ ഷോർട്സിൽ എന്നുള്ള പാടില്ല ലോകിയല. അപ്പോൾ അതിൽ ഉണ്ട് കേട്ടോ. ഞാൻ ചെക്ക് ജേർണൽ ചെയ്തിട്ടുണ്ട്. ഒരു മിനിറ്റ് കൊണ്ട് ചെയ്യുമായിരുന്നു. പിന്നെ സോങ് ആയതൊരു ഇതിനോട് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണത്ര വൃത്തിയുണ്ടായിരുന്നു. ടൈം അനുസരിച്ച് ചെയ്യുമ്പോൾ ടൈം അനുസരിച്ച് ചെയ്യാത്തത് നമുക്ക് വ്യത്യാസം. നിങ്ങൾ ടൈമുള്ളവരാണെങ്കിൽ മാത്രമേ ചെയ്യാറുണ്ടാവുന്നത്. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം നല്ലല്ലോ. ഇത് ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ടു എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഇതാ ഈ ഫോണിലുള്ളത് റെക്കോർഡ് ചെയ്തു. അപ്പോൾ പോസ്റ്റ് ഞാൻ വിചാരിച്ചുള്ളൊരു കാര്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഈ ഒരു പൂവുണ്ടല്ലോ ഇതാ ഇതിൻ്റെ മെഡിലായിട്ട് ഇങ്ങനെ നടിച്ചെടുക്കാം. ഞാൻ അത് വെച്ചെടുക്കാം. എന്താ വെച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതാകുന്ന അങ്ങാട് ഒട്ടിച്ചു കൊടുക്കാം. ഒരു മിനിറ്റ് പ്രോസ് ചെയ്യാനാ. അപ്പോൾ ഇതിന് ഒട്ടിക്കാൻ നല്ലത് ഞാൻ ഗ്ലൂ ആണെന്നില്ല പറയണം. നല്ലത് ഒട്ടിക്കാൻ ടേപ്പ് തന്നെ ഉണ്ടാകും. ടേപ്പാണെങ്കിൽ ഒന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ഒട്ടിക്കാം. അപ്പോൾ ഇത് കുഞ്ഞ് പീസായതുകൊണ്ട് കുഞ്ഞ് പീസിൻ്റെ ടേപ്പ് എടുക്കും. അത്ര കുഞ്ഞ് പീസ് മതിയാവും എനിക്ക്. പിന്നെ നമുക്ക് മുറിച്ചെടുക്കാം.
നോക്കിയാണേ. മുന്നിൽ തന്നെ അല്ലേ. ഞാൻ നിങ്ങൾക്കൊരു വ്ളോഗ് ചെടിയുടെയൊക്കെ ഒരു വ്ളോഗ് ഇടാന്ന് വിചാരിച്ചതായിരുന്നു. കഴിഞ്ഞില്ല ഗൈസ്. എത്രയും വേഗം അടുത്ത സാറ്റർഡേ ഒരു എക്സാം സ്റ്റഡിങ് ഡോട്ടിൽ വരും. ഓക്കെ, അപ്പോൾ സ്റ്റഡി ഡോട്ടിൽ എനിക്ക് എക്സാം തുടങ്ങിയപ്പോൾ വീഡിയോസ് കുറവായിരിക്കാനായിട്ടുണ്ട്. എന്താ നോക്കിച്ചുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് തോട്ട്സ് നാളെ പെട്ടെന്ന് മൈൻഡിൽ വരുന്ന ആളാണ്. അപ്പോൾ ഞാൻ തോട്ട്സിനായിട്ട് കാക്കാടെ ബുക്കിൽ ഞാൻ തോട്ട് എഴുതിയിട്ടുണ്ട്. തോട്ട് എന്ന് പറയുന്നത് യു ആർ പാർട്ട് ഓഫ് ഗ്രേറ്റ്നെസ് എന്നാണ്. അപ്പോൾ തീമിൽ ഓറഞ്ച് തന്നെയാണ്. അപ്പോൾ ഓറഞ്ച് വന്നുകൊണ്ട് വിചാരിച്ചു എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് എഴുതി കൊടുക്കട്ടെ. നല്ല ഭംഗിക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ജേർണൽ ചെയ്യുമ്പോൾ ഭംഗിയാണ് മെയിൻ. വൃത്തിയുടെയാണെങ്കിലും ഭംഗിയായിരിക്കും. ഞാൻ ചെയ്യാറ്. അപ്പോൾ ഞാൻ ഒന്ന് എഴുതട്ടെ. അപ്പോൾ ഞാൻ ഇതാ ബ്ലാക്ക് സ്കെച്ചാണ് ഉപയോഗിക്കുന്നത് എഴുതാൻ. എന്ന് വെച്ചാൽ ബ്ലാക്കാണ് എല്ലായിടത്തും ഒരു ലുക്ക് തരാം, നല്ല ഭംഗിക്ക്. അപ്പോൾ ഞാൻ വേണ്ടിയിട്ട് ഷോർട്ടിൽ വേണം. യെസ്, ഗൈസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വരില്ല ബുദ്ധിമുട്ട് എന്താണ്. അപ്പോൾ ഇതാണ് കേട്ടോ ബ്ലാക്ക് യു. ഓക്കെ, അപ്പോൾ ഞാൻ ശരിക്കും താഴത്ത് എഴുതാനാക്കി ഭംഗി. അപ്പോൾ ഞാൻ താഴത്ത് നീട്ടാണ് എഴുതി കൊടുക്കണം. വയ്യെന്നൊക്കെ ഇങ്ങനെ ഈ ടൈപ്പ് മനസ്സിലെ വയ്യ എഴുതണം. എനിക്കിങ്ങനെ മനസ്സിലാവില്ല. ഷോർട്ടിൽ ചിലപ്പോൾ എനിക്ക് നല്ലത് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ഷോർട്ട് മാറണം. സത്യം പറഞ്ഞില്ലാതെ കാണാം. യെസ്, യു. ഓക്കെ, യു എഴുതിയില്ല. ആർ. പാർട്ട് ഓഫ് ഗ്രേറ്റ്നെസ്. പാർട്ട് എന്നൊക്കെ എഴുതുമ്പോൾ ഞാൻ ഓർക്കണം. പാട്ടെന്ന് എഴുതുകൊള്ളായിപ്പോയി. ഓഫ് ഗ്രേറ്റ്നെസ് ഞാൻ എന്ത് എഴുതണമെങ്കിലും പറഞ്ഞ് എഴുതാറില്ല ഗൈസ്. ഞാൻ എന്തുണ്ടായിരുന്നു, ഞാൻ പണ്ട് എപ്പോഴും ഗ്രേറ്റ്നെസ് നോക്കി എഴുതിയിട്ട് കാണിച്ചത് പറയും. ഞാൻ പറയുകയും വേറെ എന്തെങ്കിലും സംസാരിക്കുകയും എഴുതുകയും ചെയ്യുമ്പോൾ മാർക്ക് എഴുതുമ്പോൾ മാർക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതാണ്. അപ്പോൾ ഞാൻ എഴുതിയുണ്ട്. പാട്ട് മാത്രം ഒന്ന് ഇതായിട്ട് കുഴപ്പമുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഞാൻ ഉണ്ടാക്കിയിരുന്നില്ലേ. സ്റ്റിക്കേഴ്സ് അല്ലാതെ നമുക്ക് നല്ല യൂസിനുള്ളതും വരച്ചെടുക്കാൻ ടൈമില്ലെങ്കിൽ വന്ന് വിചാരിച്ചൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ അതാണ് എടുത്തിട്ടാണ്. എനിക്ക് ഭയങ്കര ടൈമുള്ളവർക്ക് സ്റ്റിക്കർ മാറി ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്തെടുക്കാം. എനിക്ക് അതിന് ടൈമില്ലാത്തതുകൊണ്ടാണ് എന്താ ഗ്ലൂ കൊണ്ട് ഒട്ടിക്കാൻ പോണത്. അപ്പോൾ വിചാരിക്കുന്നു ഇതിൻ്റെ എഡിറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ലാന്ന്. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് എല്ലാം മനസ്സിലാണോ എനിക്കറിയില്ല. വെച്ചാൽ ഫാന് അവർ സംസാരിക്കാൻ എല്ലാവരും കൂടി കൂടിയിട്ട്. അപ്പോൾ ഗ്ലൂ തീരാതെ ഇങ്ങനെ തന്നെ വെച്ചേക്കണം. ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ വെച്ചു, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെയിറ്റ് ഇവിടേക്ക്. അപ്പോൾ നമുക്ക് ഹേർട്ടാണ് ഞാൻ ആദ്യം തന്നെ ഓർക്കണം. അതിന് മുന്നേ ഞാൻ ഇടയിൽ മറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുഴപ്പം. ഈ കുഴപ്പം ഇതുപോലെ എടുത്തിട്ട്
You are part of greatness. ഇനിയിപ്പോൾ ഞാൻ സോങ് ആഡ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ 57 സെക്കൻഡ്സ് ആയിട്ടുണ്ട്. സോ 3 more സെക്കൻഡും കൊണ്ട് ഇതിൻ്റെ ഫുള്ള് ചെയ്തതിന് ശേഷം കാണിച്ചു കൊടുക്കാനാണ് വിചാരിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ മര്യാദ കിട്ടില്ല. സോങ് ആഡ് ചെയ്യണമെങ്കിൽ പിന്നെ അല്ലാതെ ഭയങ്കര എഡിറ്റിംഗ് വേണ്ടി അതിൻ്റെ ഒന്നായിരിക്കും. അപ്പോൾ ഞാൻ ഓടിയിട്ട് ഗ്ലൂ എടുക്കാൻ യൂസിനായിട്ട് എനിക്ക് ഗ്ലൂ എടുക്കാൻ കുറച്ചിതാണ്. ഇതില്ലേ ലോഞ്ചൊക്കെ കൂടിപ്പോയി. വാക്കിൻ്റെ തിരിച്ചു വയ്ക്കാനുള്ളത് അങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്കത് മൂടിയേക്കാം. ഇനി ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുത്താൽ പോരേ. അപ്പോൾ ബീഡ്സ് വെക്കുകയാണെങ്കിൽ അത് എല്ലൊക്കെ വീണ് കൊള്ളാമെന്ന് വിചാരിച്ചാൽ ബീഡ്സ് യൂസ് ചെയ്യാത്ത ഹാൻഡ് യൂസ് ചെയ്യാൻ താല്പര്യമല്ല. പഴയൊരു ബൈക്കറിൻ്റെ ഒരു തൊപ്പിക്ക് ഇങ്ങനെ എടുത്ത് ഒട്ടിച്ചെടുക്കാന് ഓക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ കയ്യിലാവും. പിന്നെ ഉണങ്ങിയതിന് ശേഷം അരച്ചൊക്കെ വിചാരിച്ചിട്ടുണ്ടോ. ഒരു ദിവസം ഞാൻ രാവിലെ ജോലി ചെയ്തു. വിത്തിൻ സം സെക്കൻഡ്സ് ആയി പോകും. എൻ്റെ മുന്നേ ചെയ്ത് ടൈം അത്ര കൊടുക്കാതെയായിരുന്നു. ഒരു കയ്യൊന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. Not interested to use my hand or which കയ്യിൽ ഇതിലുള്ള ആ ഒരു ഇറിറ്റേഷനാണ്. നോട്ടിച്ചിരിക്കുന്നത് പോവാൻ കേട്ടോ. നല്ല നിറച്ചത് എനിക്കില്ല. കുറച്ചുകൂടി ക്യൂട്ടാണെന്ന് വിചാരിച്ചിരുന്നത് മുങ്ങി അവക്കാടുമായിരുന്നു. അവക്കാടിൽ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഞാൻ യെല്ലോ കളർ അടിച്ചെടുക്കില്ല. അപ്പോൾ ഞാൻ യെല്ലോ കളർ മിഡിൽ അടിച്ചെടുക്കണം. ഓർത്തില്ല യെല്ലോ കളർ അടിച്ചെടുക്കുന്നത്. അതാണ് ഞാൻ നേരത്തെ അടിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഒട്ടിക്കിട്ട് ഒരു മിനിറ്റ് പോസ് ചെയ്യണം. ഓക്കെ ഗൈസ്, ഞാനത് ഒട്ടിച്ചു കൊടുക്കട്ടെ. എന്തോ മാതിരി ഗ്ലൂ കയ്യിൽ ഇതാക്കിയിട്ട് ഗ്ലൂ മോർ യൂസ് ചെയ്യരുതെന്ന് ഞാൻ പറയും. എന്നുവെച്ചാൽ നമ്മൾ ഒട്ടിക്കുമ്പോൾ ഗ്ലൂ സൈഡിൽ കൂടെ കയറുമ്പോൾ ചിന്തിക്കാൻ തോന്നുന്നില്ല. കുറച്ചുകൂടി നല്ലത് സ്റ്റിക്കർ തന്നെയാണ്. സ്റ്റിക്കർ ഇതൊക്കെ ഗൈസ്. അടുത്തത് ഈ ക്യൂട്ട് സാധനം ഇതിലേക്ക് ഞാൻ ഗ്ലൂ ഒഴിക്കുക. അങ്ങനെ വെച്ചിട്ടുണ്ട്. അടുത്തൊരു സാധനം ഇതിൽ വെക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ വെറുതെ ഞാൻ ഇതൊരു സാധനം ഉണ്ടാക്കി വെച്ചതാണ്. അല്ലെങ്കിൽ ട്രൈ ഓക്കെ ഓക്കെ. ഇനി പിന്നെ ഇത് ഇവിടെ ആയിട്ടൊക്കെ ഓക്കെ ഡാ. ഈ ലാസ്റ്റ് തരണാണ് 3 പറയുന്നത്. 3 തിരിച്ചൊക്കെ ആണെങ്കിലും ഒരേ 3 തോന്നുന്നു.
എനിക്ക് പൈസ ഒക്കെ ഞാൻ വിചാരിച്ചു എൻ്റെ സ്റ്റഡി ടേബിൾ ക്ലീനിങ് ഇടാറുണ്ട്. അപ്പോൾ ടൈം ഉണ്ടായില്ല, അത് കൊണ്ട് മാത്രമേ ഇടാതിരുന്നു. ഓക്കെ, സ്റ്റിക്കേഴ്സ് കൊട്ടിച്ച് കഴിഞ്ഞു. ഫൈനലി ഐ ഡോൺ ഇറ്റ്. കാണിച്ചത്തെ നല്ലല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം എന്താ നോക്കുന്നു. ഇതാ ഈ ബുക്കിൽ തോട്ടാണ് പിടിച്ച യു ആർ പാർട്ട് ഓഫ് ഗ്രേറ്റ്നെസ്. ഇനി ഇത് ഞാനൊന്ന് ആഡ് ചെയ്തിട്ട് സെക്കൻഡ് done. Finally done. Yes guys. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലേക്കുള്ള ഇത് കുറച്ച് തുറന്നൊക്കെ ഇട്ട് ഞാൻ ഉണങ്ങി കിട്ടട്ടെ. അപ്പോൾ ഞാൻ തിരിച്ചിലേക്ക് നടക്കില്ല. ഇനി സ്കെച്ചുകൾ ഇതൊന്നും ഉള്ളിലേക്ക് മാറ്റണം. ഓക്കെ, ഇതാ ഓക്കെ ഉണ്ടേ. എനിക്കുണ്ടല്ലോ ഒരു വെള്ള കളർ സ്കെച്ച് കിട്ടിയിരുന്നു, എന്തിനോ ഫ്രീ ആയിട്ട്. സ്വന്തം യൂസ്ഫുൾ തിങ്സ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് ഓപ്ഷൻ കണ്ടിട്ടുള്ളൊക്കെയാണ്. മെയിൻ സാധനം വെച്ചില്ല, വെക്കാൻ വന്നത് ഇതാണെങ്കിലും ഞാൻ വെച്ചില്ല. ഓ സംടൈംസ് ദിസ് വൺ ഈസ് സോ അങ്ങനെ ഇത് വെച്ചിട്ട് അടങ്ങിയൊന്നും വെക്കാനില്ല. ഇത് പിന്നെ ഒരു വെച്ചു ഇതൊക്കെ ശീലമൊന്നും ഇല്ലാത്ത പണ്ടത്തൊരു ബൊക്കെയുണ്ടല്ലോ, അത് തുടങ്ങിയത് ഞാൻ കാണിച്ചത്. ഇപ്പോൾ ഗ്ലൂ ഇതിലേക്ക് തിരിച്ചൊഴിച്ച് വെക്കണം. അല ഒഴിച്ച് വെച്ചിട്ട് എനിക്ക് കാണിച്ചിട്ട് ഞാൻ കണ്ടിരിക്കുക. അപ്പോൾ ഇത് ഒഴിച്ചതിന് ശേഷം കാണിച്ചു ഗ്യാസ് കഴിഞ്ഞ് ഇങ്ങനെ എന്തൊക്കെ കാണിച്ച് കൂട്ടിയെടുത്ത് ഉണ്ടോ ഐഡിയ ഉണ്ട് വേറെ സാധനം തന്നെ. അപ്പോൾ ഇതിലേക്ക് ഇട്ട് മൂടിയിട്ടുണ്ട്. മറിഞ്ഞ് വീഴും. ഫിംഗർ പ്രിൻസസ് ഇതെല്ലാം ഡാറ്റുകളൊക്കെ ഇല്ല. ഇതൊക്കെ നീറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ള തോന്നി. അടുക്കള യൂസ് ചെയ്യുന്ന കത്തിയൊക്കെ നിർത്തിയത് വന്നേക്കാതെ കത്തിക്കുക. ഓക്കെ, ഫൈനലി guys, today's video is that much only. Bye. See you. Bye. Study table clean. Bye.